ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കണമെന്നാണ്. മൾട്ടിപ്ലക്സ് തിയേറ്ററും സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും ലാഭത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിനു മുമ്പ് ഞാനൊരു ചെറിയൊരു കഥ പറയാം. നിങ്ങൾക്ക് അതിലേക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, 600 രൂപ കൊടുത്തിട്ട് നമ്മളൊരു കാപ്പി കുടിക്കുകയാണ്. ഈ 600 രൂപയുടെ കാപ്പി കിട്ടുന്നത് എവിടെയാണ്? സ്റ്റാർബക്സിലാണ് 600 രൂപയുടെ കാപ്പി കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കട്ടൻ ചായ അതിനും നല്ലതാണ്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കട്ടൻ ചായയോ പാൽ ചായയോ എന്തോ ആയിക്കോട്ടെ, അത് 600 രൂപയുടെ കോഫിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് പ്രോഫിറ്റബിളുമാണ്, അതിനേക്കാൾ ഗുണമേന്മയും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആളുകൾ 600 രൂപ കൊടുത്ത് കോഫി കുടിക്കുന്നതും ഈ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്പർ 1 ആയിട്ട് വേൾഡിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, 1960 അമേരിക്കയിലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ ഇടയിലാണ് ഒരു ഹാങ് ഔട്ട് പ്ലേസ് പോലെ ഭക്ഷണം കഴിക്കുക. അതായത് വീട്ടിലുണ്ടാക്കി നമ്മുടെ പോലെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു ശീലമൊന്നും അവർക്കില്ല. അവർ പോകുന്ന വഴിക്ക് ഈ ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തവരുണ്ട്. ബാറുകളിലും പബ്ബുകളിലൊക്കെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കുന്നത്. ഈ ബാറുകളിലും പബ്ബുകളിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ആംബിയൻസ് ആണ്. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ബാറുകൾ ഡാർക്ക് ലൈറ്റ് ആയിരിക്കും, വെളിച്ചം വളരെ തീരെ കുറവായിരിക്കും, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇരുട്ടുമുറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ദിവസം തന്നെ പോയി കിട്ടും. ഈ ഒരു പ്രശ്നം കണ്ടുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിച്ചിട്ടാണ് സ്റ്റാർബക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ സ്റ്റാർട്ട് ചെയ്യുന്നതായി തന്നെ. അവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആംബിയൻസ് ആണ്. സ്റ്റാർബക്സിൻ്റെ ആംബിയൻസ്, ലൈറ്റിംഗ്, കളർ, സീറ്റിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആളുകൾക്ക് ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇടയിലുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയിട്ട് ആളുകൾക്ക് ഒന്ന് മീറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ഒരു റിലാക്സ് ചായ കോഫി കുടിക്കാനൊക്കെ ആയിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് സ്റ്റാർബക്സ്. അതിനൊപ്പം തന്നെ അവരുടെ കുക്കീസ് സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നു. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെ ഇഡ്ഡലിയും വടയൊന്നും കഴിക്കുന്ന എല്ലാവരും വളരെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുക. അതുമാത്രമല്ല, അതൊരു ബ്രാൻഡ് നെയിമാക്കിയിട്ട് അവർ ഇറക്കി. അവരുടെ കപ്പുകൾ നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാം. അമേരിക്കയിലൊക്കെ നടന്ന് കോഫി കുടിക്കുന്നത് കാണാം. ദുബായിലൊക്കെ പോലും ഇപ്പോൾ രീതിയുണ്ട്. അങ്ങനെയാണ് അവർ ആ കഫേ വലുതാക്കി കൊണ്ടുവന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ടോപ്പ് ബ്രാൻഡുകൾ ഒന്നായത്. അവിടെ എന്താ അവർ ചെയ്തതെന്ന് വെച്ചാൽ അവർ വിൽക്കുന്നത് അവരുടെ കോഫിയല്ല, മറിച്ച് ഒരു കസ്റ്റമറുടെ ആവശ്യം എന്താണോ, ഒരു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ സെല് ചെയ്യുന്നത്. അതായത് സ്റ്റാർബക്സ് സെല് ചെയ്യുന്നവരുടെ ആംബിയൻസ് ആണ്, അവരുടെ ലൊക്കേഷൻ ആംബിയൻസ് ആണ് അവർ സെല് ചെയ്യുന്നത്. അല്ലാതെ കോഫിക്ക് യാതൊരു പ്രത്യേകതയും അവിടുത്തെ ഇല്ല. സ്റ്റിൽ അത് 600 രൂപ കൊടുത്ത് കുടിക്കാൻ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു മീറ്റിംഗ്, ഞാനൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒരു മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ ഓഫീസിലല്ലെങ്കിൽ പുറത്ത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആദ്യം പറയുന്ന സ്ഥലം നമുക്ക് സ്റ്റാർബക്സിൽ മീറ്റ് ചെയ്യാം, ഇന്ന സ്ഥലത്തുള്ള സ്റ്റാർബക്സിൽ മീറ്റ് ചെയ്യാം, നിങ്ങൾ അവിടെ വന്നോളൂ എന്നാണ് പറയുക. ശരിയാണ്, അവിടെ ഒരു മീറ്റിങ്ങിന് പറ്റിയ അന്തരീക്ഷവും ഓപ്പൺ പ്ലേസ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ടേബിളിൽ ഇരുന്ന് നമ്മുടെ മീറ്റിങ്ങുകളും ഇൻ്റർവ്യൂസ് വരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡ് ഉപയോഗിക്കുന്ന വേറെയും കുറേ കമ്പനികളുണ്ട്. ഞാൻ 2 കമ്പനികളുടെ ഉദാഹരണം പറയാം. ഡൊമിനോസ് പിസ്സ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ഡൊമിനോസ് പിസ്സ ആക്ച്വലി അവർ വിൽക്കുന്നത് പിസ്സയല്ല, അവർ വിൽക്കുന്നത് അവരുടെ 30 മിനിറ്റ്സ് ഡെലിവറിയാണ്, ഫാസ്റ്റ് ഡെലിവറി. അതായത് ഡൊമിനോസ് പിസ്സ ഇറങ്ങിയ സമയത്ത് അവർ മാത്രമായിരുന്നു 30 മിനിറ്റിനുള്ളിൽ പിസ്സ നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന ആ ഒരു പരിപാടി തുടങ്ങിയിരുന്നത്, ഹോം ഡെലിവറി സിസ്റ്റം. 30 മിനിറ്റ്സ് ഡെലിവറി എന്നുള്ള സംഭവമാണ് അവർ വിൽക്കുന്നത്. പക്ഷേ ഡൊമിനോസിനേക്കാൾ നല്ല പിസ്സ അവൈലബിൾ ആണ്. സ്റ്റിൽ ഡൊമിനോസ് നമ്പർ 1 ആയി വരാനുള്ള കാരണം അവരുടെ ഡെലിവറിയാണ്. ഇതേപോലെ തന്നെയാണ് മെക്ഡൊണാൾഡ്സ് വിൽക്കുന്നത് ബർഗറല്ല, അവരുടെ ഹാപ്പിനെസ് ആണ്. ഈ ഒരു സ്ട്രാറ്റജിയാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ പിടിച്ചിരിക്കുന്നത്. അവിടെ ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ പോലെയല്ല. നമ്മുടെ നാടുകളിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഒരു ഒരു ഷെയറിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂട്ടർക്ക്, ബാക്കിയാണ് തിയേറ്റർ ഓണർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് വീക്ക് അത് 70 ആയിരിക്കും, സെക്കൻഡ് വീക്ക് 60 ആയിരിക്കും, 50 ആയിരിക്കും. ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്. പല സിനിമകൾക്കും പല രീതിക്കാണ്. മൾട്ടിപ്ലക്സുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാ മൂവീസും കളിക്കും. അതായത് നമ്മളൊരു സിനിമ കാണാനായിട്ടൊരു പടത്തിന് പോയി നമുക്ക് ഇൻ കേസ് ടിക്കറ്റ് കിട്ടിയില്ല, അപ്പോൾ ഉള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഷോയ്ക്ക് നോക്കാം. അതെല്ലാം തന്നെ ഇതേ സെയിം പടം വേറെ തിയേറ്ററിലുണ്ടാവും, അല്ലെങ്കിൽ വേറൊരു പടം ആൾട്ടർനേറ്റീവായിട്ട് വേറൊരു പടം നമുക്ക് നോക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ ചുറ്റിക്കറങ്ങുള്ള സമയമുണ്ട്. സിംഗിൾ സ്ക്രീനിലാകുമ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്, നേരെ പരിപാടിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബുക്കിംഗ് സമ്പ്രദായം നമ്മളുടെ ഈ മറ്റ് തിയേറ്ററുകളേക്കാളും കുറച്ചുകൂടി കമ്പാറ്റബിളാണ്. അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഓഫറുകൾ കൊടുക്കാറുണ്ട്.
നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഓഫറുകൾ കൊടുക്കാറുണ്ട്. പിന്നെ കോംബോ ഓഫറുകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ കിട്ടും, ഈ മൾട്ടിപ്ലസിൽ കിട്ടും. മാത്രമല്ല ക്വാളിറ്റി, അവർ മൾട്ടിപ്ലസ് എപ്പോഴും പ്രൊജക്ഷനും സൗണ്ടിലും നല്ല ക്വാളിറ്റി നിലനിർത്താറുണ്ട്. ഇൻ കേസ് നമ്മളൊരു സിനിമ കണ്ടിട്ട് അതിൽ ക്വാളിറ്റി കുറവുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇറങ്ങി കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള നല്ല ഓപ്ഷൻ ഉണ്ട്. കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ എന്തായാലും ഒരു കോമ്പൻസേഷൻ തരുന്നുള്ള ഒരു ഉറപ്പാണ്. ഇതൊന്നും നമ്മുടെ സിംഗിൾ സ്ക്രീനിൽ നടക്കില്ല, മൾട്ടിപ്ലസിൽ മാത്രമേ നടക്കുകയുള്ളൂ. സ്റ്റാഫിൻ്റെ ബിഹേവിയർ, മൾട്ടിപ്ലസിലുള്ള ആളുകളൊക്കെ എങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ ഒരു സ്റ്റാഫിനോട്, കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അതിൻ്റെ ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടായിരിക്കും അവർ ജോലിക്ക് കയറുക. അത് മാത്രമല്ല ഡെയിലി ബ്രീഫിംഗ് അവർക്ക് ഉണ്ടാവും. അവിടെ എന്തൊക്കെ നടക്കും എന്നുള്ളൊരു രാവിലെയും വൈകുന്നേരം ഒരു ബ്രീഫിംഗ് ഒക്കെ കൊടുക്കും. സിംഗിൾ സ്ക്രീനിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. പാർക്കിങ്ങിൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒട്ടുമിക്ക മൾട്ടിപ്ലസ് തിയേറ്ററിലെ സ്റ്റാഫുകൾക്കും ടെക്നിക്കൽ നോളജ് കൂടുതലായിരിക്കും. എന്ത് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും എന്ത് സിസ്റ്റം എന്നുള്ള ഒരു ബേസിക് നോളജ് അവർ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതാണ് അവർ സെല്ല് ചെയ്യുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അവിടെ ഹൗസ്ഫുള്ളായി കളിച്ചാലും കളിച്ചില്ലെങ്കിലും അവർക്ക് പ്രോഫിറ്റ് ഫുഡ് നിന്ന് വരും. കാരണം അവരുടെ ഫുഡ് കൗണ്ടറിലുള്ള മെനു വൈഡ് വെറൈറ്റി മെനു ആയിരിക്കും. നമുക്ക് സാധാരണ സിംഗിൾ സ്ക്രീനിലൊന്നും കിട്ടാത്ത സംഭവങ്ങളാണ് അവിടെ അവർ കൊടുക്കുന്നത്. ഈ ഐനോക്സ് PVR പോലുള്ള തിയേറ്ററിൽ, ഇപ്പം തൃശ്ശൂർ ഐനോക്സ് ശോഭ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ അകത്താണ് ഇൻ്റർവെല്ലിൽ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്തുനിന്ന് അവരുടെ കൗണ്ടറിൽ നിന്ന് ഒരു സാധനം മേടിച്ചു, മൂവി സ്റ്റാർട്ടായി. സോ അവർ നെക്സ്റ്റ് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും സാറിൻ്റെ സീറ്റ് നമ്പർ പറയും, അവിടെ അത് എത്തിച്ചേരുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഭയങ്കര മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ അവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് മൾട്ടിപ്ലസ്സുകൾ പിടിച്ചു നിൽക്കുന്നത്. നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ, വലിയൊരു മാളിൻ്റെ അകത്ത് ഇത്രയും വലിയൊരു തിയേറ്റർ സ്പേസ് റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ സിനിമ കാണാൻ കയറി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയത് മുതലാവണേ എന്നുള്ള ചിന്ത എപ്പോഴും സിംഗിൾ സ്ക്രീനിൻ്റെ ആളുകൾക്ക് ചിന്തിക്കാറുണ്ട്. സോ ഈ ഒരു പോർഷൻ മാറ്റി നിർത്തിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, സിംഗിൾ സ്ക്രീനുകളിൽ ഇപ്പോൾ ക്യൂബോ അല്ലെങ്കിൽ UFO ഇങ്ങനെയുള്ള ഇൻ്റർഗ്രേറ്റേഴ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് അവിടെ പരസ്യം കളിക്കുന്നതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത് ഒരു പെർസെൻറ്റേജ് പോകുന്നത് ഇവർക്കാണ്. അതിന് ഇവർ ലാമ്പ് സപ്ലൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസിലേക്ക് ഈ പൈസ എടുക്കുകയാണ്. സോ മൾട്ടിപ്ലസിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കളിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫുൾ റവന്യൂ അവർക്കാണ്. സോ അഡ്വർടൈസ്മെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ പരസ്യത്തിനാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. ഇതിന് പുറമെ നമുക്ക് സിംഗിൾ സ്ക്രീനിൽ 30 minutes ട്രെയിലർ എന്ന് പറഞ്ഞൊരു ഷോ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. PVRലൊക്കെ ഉണ്ടത്. മറ്റു തിയേറ്ററിൽ വന്നതെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് അവർ കമ്പൻസേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഷോകളുടെ ഇടയിൽ വരുന്ന ഒരു അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു 30 minutes അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിട്ട് അതിനൊരു 10 രൂപ 5 രൂപ 1 രൂപയൊക്കെ, ആദ്യം 1 രൂപയായിരുന്നു, ഐ തിങ്ക് ഇപ്പോൾ 10 രൂപ എന്ന് തോന്നുന്നു. ഒരു ടിക്കറ്റ് എടുക്കുന്നത് ആൾക്കാരെ കയറ്റി കാണിക്കുന്നു. 2 അഡ്വർടൈസ് ഉള്ളത്. പ്രൊജക്ടർ രാവിലെ ഓണാക്കി കഴിഞ്ഞാൽ എന്തായാലും വൈകുന്നേരം ഷോ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. AC എയർ കണ്ടീഷൻസ് അവിടെ ഫുൾ ടൈം ഓണായിരിക്കും. എപ്പോൾ തിയേറ്റർ ക്ലോസ് ആവുന്ന ആ സമയത്താണ് ഓഫ് ചെയ്യുള്ളൂ. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ബിൽ ബി ദ സെയിം, കൂടുതലൊന്നും വരാനില്ല, കൂടുതലോ കുറവോ വരാനില്ല. അത് മാത്രമല്ല ആ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ആർക്കൊക്കെയോ ഈ ഡിജിറ്റൽ, അതായത് ഈ തിയേറ്ററിൽ ട്രെയിലേഴ്സ് കാണുന്നത്, അതായത് നമുക്ക് മൊബൈലിൽ കാണാത്ത ചിലർക്ക് തിയേറ്ററിൽ തന്നെ ട്രെയിലർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആ ഒരു ഫാൻ ബേസ് ഉണ്ട് ട്രെയിലറുകൾക്ക് മാത്രം. അങ്ങനെയുള്ള ആൾക്കാർക്ക് കയറി കാണാനും പറ്റും. ആ വഴിക്ക് ഇവർക്ക് പൈസയും കിട്ടും. ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മേടിക്കാണ്ടിരിക്കില്ല, പോപ്കോണോ പെപ്സി എന്തെങ്കിലും മേടിക്കാണ്ടിരിക്കില്ല. സോ മോസ്റ്റ്ലി വരുന്ന ആളുകളൊക്കെ ഓൾറെഡി ഒരു സിനിമ കാണാൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്തൊക്കെ നെക്സ്റ്റ് മൂവീസ് ട്രെയിലേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറുന്ന ആളുകളുണ്ട്, ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ. സോ ഇങ്ങനെയൊക്കെയാണ് മൾട്ടിപ്ലസ് തിയേറ്ററുകൾ കാശുണ്ടാക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർബക്സിൻ്റെ അതേ സ്ട്രാറ്റജിയാണ്. അവർ അവിടെ വയ്ക്കുന്നത് സിനിമ ടിക്കറ്റ് അല്ല. സിനിമ ടിക്കറ്റിൽ നിന്നല്ല അവർക്ക് ലാഭം കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത് ഫുഡ് ആൻഡ് ബീവറേജ് നിന്നാണ്. സെക്കൻഡ് ലാഭം വരുന്നത് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നാണ്. തേർഡായിട്ട് ലാഭം വരുന്നത് അവരുടെ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ്. സോ സിംഗിൾ സ്ക്രീനുകൾ ഇപ്പോഴും ഈ കാര്യത്തിലൊക്കെ, ടെക്നിക്കൽ കാര്യത്തിലൊക്കെ വളരെ പുറകിലാണ്. വളരെ ചുരുക്കം തിയേറ്റേഴ്സിന് മാത്രമേ ഇതിനെ പറ്റിയിട്ട്, ഓണേഴ്സിന് മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. സോ ഭാവിയിൽ അഡ്വാൻസ്ഡായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയി. സിംഗിൾ സ്ക്രീനുകളിലൊക്കെ ഇപ്പോൾ 2 3 4 തിയേറ്ററുകൾ, 2 തിയേറ്ററുകളുള്ള തിയേറ്ററാണെങ്കിൽ 2 ഓപ്പറേറ്റർ 3 ഓപ്പറേറ്റർ അങ്ങനെയുള്ള ഫിലിം ഓപ്പറേറ്ററുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് നമ്മുടെ തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു റൂൾ കൂടി ഉണ്ട്. ഒരു തിയേറ്റർ ഓപ്പറേറ്റർക്ക് ഒരു ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് വളരെ പുരാതന നിയമമാണ്. അതിപ്പോൾ അതിൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം അത് പണ്ട് കാലത്ത് ഫിലിം പ്രൊജക്ടർ ഉണ്ടായ സമയത്ത് കൊടുത്തിരുന്ന ഒരു
ലൈസൻസ് ആയിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഗവൺമെൻറ് ആ നിയമം മാറ്റാത്തത് കൊണ്ട് സ്റ്റിൽ ഒരു തിയേറ്റർ തുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേറ്ററുടെ ലൈസൻസ് വയ്ക്കണമെന്നുണ്ട് പെർ സ്ക്രീനിന്. അപ്പോൾ മൾട്ടിപ്ലക്സിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ, അവർ TMS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുക, തിയേറ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം. അതായത് 5-6 സ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യുക. ഒരാളോ 2 ആളോ മാക്സിമം ഡ്യൂട്ടിയിൽ ആവശ്യമുള്ളൂ. മെയിൻലി ഒരാളുടെ ആവശ്യമുള്ളൂ. സോ ഈ ഫിലിം ഓപ്പറേറ്റർ എന്നുള്ളൊരു പദവി അവിടെ ഉണ്ടാവില്ല. ഫിലിം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഫിലിം പ്രൊജക്ടറിൽ സിനിമ ഓടിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഫിലിം ഓപ്പറേറ്റർ എന്ന് വിളിച്ചിരുന്നത്. ശരിക്കും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പേരെന്ന് പറഞ്ഞാൽ പ്രൊജക്ഷനിസ്റ്റ് എന്നാണ്. പ്രൊജക്ഷനിസ്റ്റ് അയാളാണ് ഈ സിനിമ പ്ലേ ചെയ്യുന്നത്. അതാണ് സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒരു ശരിക്കുള്ള പേര് ആ പൊസിഷൻ്റെ. സോ മൾട്ടിപ്ലക്സ് കമ്പനികളിലൊക്കെ പ്രൊജക്ഷനിസ്റ്റുകളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരാൾ ഇരുന്നിട്ടാണ് ഇപ്പോൾ 5, 6, 8 സ്ക്രീൻ ഉണ്ടെങ്കിലും അത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഫുള്ളി ലൈറ്റ് ഓട്ടോമേറ്റഡ് ആയിരിക്കും. അവർ സ്കെഡ്യൂൾ ചെയ്യും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരു സിനിമ പ്ലേ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലക്സിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്ലേ ചെയ്യും. അതായത് ഫുൾ മൂവി എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രെഡിറ്റ്സ് എല്ലാം പ്ലേ ചെയ്തിട്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ മൾട്ടിപ്ലക്സിൽ ഇത് സ്കെഡ്യൂൾ ചെയ്തിട്ടിരിക്കുകയാണ്. സിംഗിൾ സ്ക്രീനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡയറക്ടറുടെ പേര് എഴുതിക്കാട്ടി ജസ്റ്റ് ഒന്ന് മുകളിൽ പോകുമ്പോഴേക്കും അത് അവർ സ്റ്റോപ്പ് ചെയ്യും, ആളുകൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് സിംഗിൾ സ്ക്രീനുകൾ കൂടുതലും വർക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഫുൾ പടങ്ങൾ കളിക്കുന്ന തിയേറ്റേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്ന 99.9% സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. സോ മൾട്ടിപ്ലക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ മൂവി പ്ലേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്കെഡ്യൂൾ ചെയ്തിട്ടിരിക്കുകയാണ്. 9 മണിക്ക് ഒരു മൂവി ഇട്ട് കഴിഞ്ഞാൽ അത് 12 മണിക്ക് കഴിയും. അത് 12 മണി വരെ അത് റണ്ണായി ആ സ്കെഡ്യൂളുള്ള മൂവി ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് എജക്റ്റായി നെക്സ്റ്റ് മൂവിയിലേക്ക് ഓട്ടോമാറ്റിക് ലോഡായി അടുത്ത ഷോ സ്റ്റാർട്ടാവും. സോ ഇതാണ് അവരുടെ ഒരു പ്രൊസീജിയർ. അതായത് അവിടെ പ്ലേ ചെയ്യാൻ ഒരാൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുൾ ലൈറ്റ് ഓട്ടോമേഷൻ വരെ, ലൈറ്റ് വരെ പ്രൊജക്ടറിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അവർക്കുണ്ട്. സോ ഇതുകൊണ്ട് അവർക്ക് വലിയൊരു ഇതുണ്ട്. 6 സ്ക്രീനുള്ള ഒരു തിയേറ്ററിൽ 6 ഓപ്പറേറ്റർമാരുടെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിക്കും ഒരു ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടെക്നോളജീനെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. സോ നിങ്ങൾക്ക് തിയേറ്റേഴ്സിൻ്റെ ഒരു പ്രോഫിറ്റ് സംഭവങ്ങളെ പറ്റി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നല്ല ഇൻഫർമേഷൻസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.